ഹലോ, ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തനി നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന മത്തി വറ്റിച്ചെടുത്തതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇത്. നമുക്ക് ചോറിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഈ റെസിപ്പി അറിയാവുന്നവരുണ്ടാവും, എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ, അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ മത്തി വറ്റിച്ചെടുക്കാൻ പോകുന്നത് ഒരു മൺചട്ടിയിലാണ്. ഇതിനായിട്ട് സ്റ്റൗവിൽ ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 4-5 പച്ചമുളക് നെടുകെ കീറിയത്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ, ഇവയെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം കൂടെ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഇപ്പം ഞാൻ 2 മീഡിയം സൈസ് സവാള വളരെ തിന്നായി കട്ട് ചെയ്തെടുത്തും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് സവാളയെ നല്ല ഗോൾഡൻ കളറായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഇപ്പം ദാ സവാള നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിപ്പോൾ ആദ്യം ചേർക്കുന്ന 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂണോളം തന്നെ മല്ലിപ്പൊടി, ഇവയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ 1 മിനിറ്റ് ജസ്റ്റ് എണ്ണയിലൊന്ന് വറുത്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ഒരു നെല്ലിക്കയുടെ വട്ടത്തിലുള്ള പുളി ഒരു കപ്പോളം വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ ചേർക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് കുടംപുളി ഉണ്ടെങ്കിൽ അത് നേരിട്ട് അങ്ങ് ചേർത്താലും മതി. പിന്നെ നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഒരു 2 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക. മത്തിയോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് മീനാണ് എടുത്തേക്കുന്നത് ആ മീൻ അങ്ങ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 8ഓളം മത്തി എടുത്തേക്കാണ്. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണ ഒരു തക്കാളിയും പിന്നെ കുറച്ചും കൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഒന്നും ചെയ്യേണ്ട, അടച്ചു വെച്ചിട്ട് തീ പറ്റ ലോ ഫ്ലെയിമിലേക്ക് കുറച്ച് വെക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് ഇതുപോലെ തന്നെ അങ്ങ് വെക്കുക കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് കറി നല്ല പോലെ കുറുകി തിക്കായി എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കിടിലൻ മത്തി വറ്റിച്ചത് റെഡിയാക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കറിയല്ലേ ഇതൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മാത്രമല്ല തുടർന്ന് വരുന്ന ഒരു ബെല്ലൈക്കണും അതിനുശേഷം വരുന്ന ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ പ്രസ് ചെയ്യുക കേട്ടോ. എന്നാലേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം.